പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണ്, സന്തോഷമാണെന്ന് കരുതുന്നു. എങ്ങനെയാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതിനുവേണ്ടി ഈ ഒരു വീഡിയോ ഫുള്ളായി നിങ്ങൾ കാണാം. അതോടൊപ്പം ഒരു റേറ്റപ്പും അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കും എങ്ങനെ അറ്റാച്ച്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണേ. അതിനുവേണ്ടി ആദ്യം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ 3 ഡോട്ട് ഇവിടെ മുകളിലുണ്ട്. ഇവിടെ ക്യാമറയുടെ ചിഹ്നം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഫോണിലും പല രീതിയിലായിരിക്കാം. ഇതിൽ 3 ഡോട്ട് താഴേക്ക് കാണുന്നുണ്ടല്ലോ. അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിലിതാ ന്യൂ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻസാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആരൊക്കെയാണോ ആഡ് ചെയ്യേണ്ടത് അത്രയും പേര് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിൽ ഒരുപാട് പേര് ആഡ് ചെയ്യുന്നില്ല, എൻ്റെ ഒരു മറ്റൊരു നമ്പറാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ആഡ് ചെയ്തു. ഒരാൾ നമുക്ക് എത്ര പേര് വെച്ചിട്ടാണെങ്കിലും ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാമല്ലോ. ഇനി ഇതിനൊരു പേര് കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഇതിന് അറിവുകളുടെ ലോകം എന്നാണ് കൊടുക്കുന്നത്. അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഇമോജികളൊക്കെ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിനൊരു ക്യാമറ ചിഹ്നം കണ്ടില്ലേ, അതിൽ നമുക്കൊരു DP കൊടുക്കാം. ഇതിലിപ്പോൾ ഞാനൊരു നമ്മുടെ ഏതെങ്കിലും ഒരു കോഴ്സ് സംബന്ധമായിട്ട് മെഹന്തിയുടെ പോസ്റ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മെഹന്തിയുടെ ഒരു ഫ്രീ ക്ലാസ് വരുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു പോസ്റ്റാണ് കൊടുക്കുന്നത്. കണ്ടോ, ഇതിന് വേണമെങ്കിൽ ഫ്രീ ക്ലാസ് എന്നുള്ള രീതിയിലോ മെഹന്തി ക്ലാസ് എന്നുള്ള രീതിയിലോ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് റെഡിയായി. നമുക്ക് ഏതൊരു ഗ്രൂപ്പാണെങ്കിലും നമ്മുടെ പേരുകൾ പോലെ തന്നെ അതിനും വ്യത്യസ്തമായിട്ടുള്ള ലിങ്കുകളായിരിക്കും എന്ന് നിങ്ങൾക്കറിയാലോ. അതിന് വേണ്ടി നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൻ്റെ പേരിൻ്റെ അവിടെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഗ്രൂപ്പ് ഇൻഫോ എന്നുള്ള രീതിയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. താഴോട്ട് ഇങ്ങനെ നീക്കി കൊടുക്കുക വിരലുകൾ വെച്ചിട്ട്. ഇവിടെ ഇൻവൈറ്റ് ലിങ്ക് കണ്ടോ, ആഡ് മെമ്പേഴ്സിൻ്റെ തൊട്ട് താഴെ ഇൻവൈറ്റ് ലിങ്ക് കണ്ടോ, അതിൽ സെൻഡ് ലിങ്ക് വ്യാ വാട്സപ്പ് എന്നുള്ളതും ഷെയർ ടു മൈ സ്റ്റാറ്റസ് എന്നുള്ളതും കോപ്പി ലിങ്ക്, ഇതൊക്കെ ലിങ്കിൻ്റെ തന്നെയാണ്. അത് ലിങ്ക് കോപ്പി ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ലിങ്ക് ഈ ലിങ്ക് വേണ്ട വേറൊരു ലിങ്ക് വേണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ലിങ്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ ലിങ്ക് റീസെറ്റ് ചെയ്യാനുൾപ്പെടെ, അതുപോലെ തന്നെ QR കോഡ്, ഷെയർ ലിങ്ക്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ കോപ്പി ലിങ്കാണ് എടുക്കുന്നത്. അതിന് ആ ലിങ്ക് കോപ്പി ചെയ്ത് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിൻ്റെ അവിടെ ഒന്ന് കൊണ്ടുവന്ന് പ്രസ് ചെയ്ത് പിടിച്ചു, സെൻഡ് ചെയ്തു. ഓക്കെ, ഇതിന് ഞാനിപ്പോൾ മെഹന്തിയുടെ ഒരു ഫ്രീ ക്ലാസ് ആണല്ലോ വരുന്നത്, അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു ചെറിയൊരു ഷോർട്ട് റൈറ്റപ്പ് ഞാൻ ഇവിടെ സെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിലിപ്പോൾ ഈ ഒരു ലിങ്ക് അറ്റാച്ച്ഡ് ചെയ്യണം. ലിങ്ക് ഞാനൊന്ന് കോപ്പി ചെയ്യാം. ആദ്യം കോപ്പി ചെയ്തത് നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക് ഇവിടെ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു റൈറ്റപ്പിൻ്റെ എവിടെയെങ്കിലും ഒന്ന് താഴെയോ മുകളിലായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൻ്റെ തൊട്ട് താഴെ ആയിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഇതിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അതിനേതായിട്ട് മാറ്റങ്ങൾ വരുത്താം. നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് നമ്പറൊക്കെ നമ്മുടെ എങ്ങനെയാണോ എന്നുള്ളത് നോക്കിക്കൊണ്ട് ആഡ് ചെയ്യാം. കണ്ടോ, ഇതുപോലെ ആയിരിക്കും. നമ്മളത് ഓക്കെ ആണെങ്കിൽ എല്ലാം ബ്ലൂ കളറിൽ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇതിലിപ്പോൾ നമുക്കിതിൻ്റെ പേര് മാറ്റാം, DP മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ഓരോ ലിങ്ക് വരുമ്പോഴും ചെറിയ ചെറിയ കോഴ്സുകളാണെങ്കിൽ ഏതൊരു കോഴ്സിൻ്റെ ചെറിയ ഷോർട്ട് റൈറ്റപ്പുകൾ നമുക്ക് ലിങ്കിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.